ഹലോ, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കറുത്തവരെ വെളുപ്പിക്കാൻ പറ്റുമോ, വെളുത്തവർക്ക് വീണ്ടും വെളുക്കാൻ പറ്റുമോ എന്നൊക്കെ. ഈ കറുത്തവരെ വെളുത്തവരെ എന്നൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ മുഖം ഒന്ന് നിറം വെക്കാനും ഒന്ന് വെളുക്കാനും നല്ലൊന്ന് തിളങ്ങാനെല്ലാം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതത്ര തന്നെ ഇല്ലയെന്ന് പറഞ്ഞാലും എല്ലാവരും മുഖമെല്ലാം ഒന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ തന്നെ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണിത്. അതിന് വേണ്ടത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഒരു പകുതി ബീട്രൂട്ടും ഇതേപോലെ ഒരു പകുതി തക്കാളിയും എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ്, അതായത് ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് തക്കാളിയും ബീട്രൂട്ടൊക്കെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നമ്മളിത് അടിച്ചെടുക്കണം. തക്കാളീൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കിത് രണ്ടും അടിഞ്ഞു കിട്ടും. നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ ബീട്രൂട്ടും തക്കാളിയും അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനും നല്ലൊരു ഗ്ലോ വരാനും സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ വരെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും, അത് കുഴപ്പമില്ല. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉലുവയുടെ പൊടിയാണ് കേട്ടോ. ഉലുവ ഇതേപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഉലുവേൻ്റെ പൊടി 1 ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുപയറിൻ്റെ പൊടിയാണ് കേട്ടോ. ചെറുപയറും ഇതേപോലെ തന്നെ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താൽ മതി. അത് 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് തൈരാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പാലെന്ന് പറയുന്നത് സാധാരണ പശുവും പാലാണ്, തിളപ്പിക്കൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഫേസ് പാക്ക്. ഇത് ഫേസ് പാക്കല്ല, നമുക്കൊരു ബോഡി വാഷായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് ഫേസിലും കഴുത്തിലും ബോഡിയിലും കംപ്ലീറ്റ് നിങ്ങൾക്കിത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് എന്നിട്ടൊരു 10 മിനിറ്റ് നിങ്ങൾ ബോഡിയിലും വെക്കുക. ഫേസിൽ വെക്കുന്നേരം ഒരു മിനിമം ഒരു 25 മിനിറ്റ്സ് എങ്കിലും നിങ്ങളിത് വെക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. മുഖം നല്ല വൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. ഒറ്റ പ്രാവശ്യം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫസ്റ്റ് യൂസ് റിസൾട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഫേസെല്ലാം ആദ്യം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മസാജ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. താടിയുടെ ഭാഗത്തു നിന്ന് മേലയിലേക്ക് സർക്കുലർ മോഷനിൽ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ ഭാഗവും ചിന്നിൻ്റെ ഭാഗമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഒരു ചെറിയൊരു സ്ക്രബിങ് കൊടുക്കുക കേട്ടോ. നമ്മളെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ മിനിമം ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങൾ ഇത് ഫേസിൽ വെക്കുക. 25 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് കഴുകിക്കളയാം. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ ആ ഒരു ഇതെല്ലാം ഒന്ന് അബ്സോർബ് ചെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് നമുക്കിത് കഴുകിയെടുക്കാം. ആ ഒരു സമയത്ത് തന്നെ മുഖത്ത് വരുന്നൊരു അടിപൊളി ഗ്ലോ ആയിരിക്കും. അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് 1 മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും അവരുടെ നിറത്ത് നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കറുത്താൽ എന്താ പ്രശ്നം, വെളുത്താൽ എന്താ പ്രശ്നം ചോദിക്കാറുണ്ട്. കറുപ്പിനെയോ വെളുപ്പിനെയോ ഒന്നും അതിശയിപ്പിക്കുന്നതല്ല. നിങ്ങൾക്ക് മുഖം ഒന്ന് തിളങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് യൂസ് റിസൾട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്കിൻ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആവാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.